ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വിദ്യാർത്ഥി സമൂഹമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ പരസ്യമായിട്ട് വിമർശിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചെയ്യേണ്ടത്. അവരെ വിളിച്ച് അവിടെ എന്താണോ അവർ എന്ത് തെറ്റുമായിക്കോട്ടെ ആ തെറ്റുകളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഇരുചെവി അറിയാതെ അവരിൽ തന്നെ ആ പ്രശ്നം ഒതുക്കി നിർത്തി കൊണ്ടുപോവുകയാണ് ഒരു അധ്യാപകനെ ഇല്ലെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം വിദ്യാർത്ഥികൾ കേൾക്കെ സൈബർ സെല്ലിൽ വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു. ഇത് ഒരു വളർന്നു വരുന്ന തലമുറയെ അടിച്ച് ഇരുത്തുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ ഒരു പ്രവണത അവർ ചെയ്യുന്നത്. കാരണം അവർക്കറിയത്തില്ല ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പതിനെ വിദ്യാർത്ഥികളിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വന്നാൽ മാത്രമേ ഈ ഒരു സമൂഹം നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത അധ്യാപകരെ സ്കൂളിൽ വെക്കുവാനേ അവകാശമില്ല. കാരണം ഞാൻ ഇന്നലെയും വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇന്നലെ ഒരു കാര്യം വന്നപ്പോഴും ഞാൻ എന്താണ് പ്രതികരിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അത് സൗമ്യമായിട്ട്, കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ജനമാണ്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല. അവർ കുഞ്ഞുനാളിലെ വളർന്ന്, കാരണം നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതവർ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. ആ ഒരു സ്വപ്ന ലോകത്ത് അവർ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ അതേ കാഴ്ചപ്പാടിൽ നമ്മൾ സമീപിച്ചില്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണേണ്ടി വരും. അതിന് അത്രയ്ക്കും എക്സ്പെർട്ടുള്ള, കാരണം അത്രയ്ക്കും എക്സ്പെർട്ടും കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്ന അധ്യാപകരെ മാത്രമേ സ്കൂളുകളിൽ നിയമിക്കാവൂ. കാരണം മുൻദേഷ്യം അതും കൊണ്ട് നടക്കുന്നവർ എന്തിനാ സ്കൂളുകളിൽ നിയമിക്കുന്നത്? അവർക്ക് വേറെ ഏതെങ്കിലും വകുപ്പുകൾ കൊടുത്ത് അങ്ങോട്ട് മാറ്റിയേ പോരും. പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് അവരെക്കുറിച്ച് അറിയാവുന്നവർ വേണം ആ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. കാരണം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ നിലനിൽപ്പ് യുവജനങ്ങളുടെ ആണ്. അവരുടെ തലമുറ വരുന്ന നമ്മളെയൊക്കെ തലമുറ പോകും. അവർ വളർന്നു വരുന്ന ചുറ്റുപാടും അവർ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വരെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ അവരെ ഏതെങ്കിലും ചെറിയ കാര്യം അവരെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തരുത് എന്നല്ല പറഞ്ഞത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഇല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ മുമ്പ് എത്തിക്കുന്ന രീതിയിലല്ല അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു കൈകാര്യം ആ സ്കൂളിൽ നടന്നുകൊണ്ടാണ് നമുക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുഞ്ഞും അവർ മാത്രം ആ ഒരു ഡിസ്കസിൽ ആ പ്രശ്നം അവിടെ തീരും. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ വളർന്നിട്ട് ഇത്രയും നമ്മളും പഠിച്ചത് നമ്മളും വളർന്നതും ആ കാലഘട്ടത്തിലല്ലേ നമ്മളും വളർന്നു വന്നത്. അത് നിങ്ങൾക്ക് എന്താ ഫോളോ ചെയ്തുകൂടാത്ത? നിങ്ങളെന്ന് ആരെങ്കിലും അത് ചെയ്ത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ആ ഒരു ഫോളോ നിങ്ങളും ചെയ്താൽ മതി. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ചാർജ് ഒന്നും വിദ്യാർത്ഥികളുടെ മേൽ എടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കുമില്ല. അത് കാരണം അത് അവർ ഇന്ത്യയിൽ വളർന്നു വരുന്ന സമൂഹമാണ്. അത് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇപ്പോൾ.